ഇംഗ്ലണ്ടിലാണ് കാനോക്ക് ചേസ് ഡിസ്ട്രിക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വനപ്രദേശമുള്ളത്. എന്നാൽ ഈ ഒരു വനപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് അധികമാരും പോകാറില്ല. അതിന് പ്രധാന കാരണം 1600 കാലഘട്ടത്തിൽ 3 പെൺകുട്ടികളെ ആരോ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു വനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയാണ്. മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുട്ടികളുടെ മൃതശരീരം പോലീസ് കണ്ടെത്തിയത്. ഈ ഒരു കേസ് പിന്നീട് ബേബ്സ് ഇൻ ദി വുഡ് എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഈ ഒരു സംഭവത്തിന് ശേഷം വെള്ള വസ്ത്രം ധരിച്ച് കറുത്തിരണ്ട കണ്ണുകളോട് കൂടിയുള്ള ഒരു പെൺകുട്ടി ഈ ഒരു വനത്തിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി കണ്ടുവെന്ന് പലരും അവകാശപ്പെട്ടു. മാത്രമല്ല ചിലർ പറയുന്നത് പകുതി മനുഷ്യന്റെയും പകുതി പന്നിയുടെയും ശരീരമുള്ള ഒരു ജീവി ഈ ഒരു വനത്തിലുണ്ട് എന്നാണ്. സോ ഇതെല്ലാം തന്നെ വനത്തിന് സമീപത്തായി താമസിക്കുന്ന ആൾക്കാർ അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. സോ ഇതെത്രത്തോളം സത്യമാണെന്ന കാര്യം ശാസ്ത്രീയമായി ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് മുന്നേ പറഞ്ഞതുപോലെ വനത്തിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെൺകുട്ടിയുടെ പ്രേതബാധയും പകുതി മനുഷ്യന്റെയും പകുതി പന്നിയുടെയും രൂപമുള്ള ജീവി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെയും. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ തലമുറകളായി കൈമാറി വന്ന കഥയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ വനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു.